നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കണ്ടക്ടിവിറ്റി. വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പണ്ട് കുറേ പഠിച്ചതായിരിക്കാം. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലൂടെ ഇലക്ട്രിക്കൽ കറണ്ട് എത്ര എളുപ്പത്തിൽ ഒഴുകുന്നു എന്നതിന് അളക്കുന്ന ഒരു കണക്കാണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അതർവൈസ് ഒരു മെറ്റീരിയലിനുള്ളിലൂടെ കറണ്ട് എത്ര എളുപ്പത്തിൽ ഒഴുകുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു അളവാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കണ്ടക്റ്റൻസ് കൂടുന്നു. അതായത് ഓരോ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ അവിടെ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ കുറയുന്ന സന്ദർഭത്തിൽ കണ്ടക്ടിവിറ്റി കൂടുന്നു. അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ കുറയുന്നു, ആൻഡ് കണ്ടക്ടിവിറ്റി കൂടുമ്പോൾ റെസിസ്റ്റൻസും കുറയുന്നു. ഇപ്പോൾ ആ ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ നല്ല രീതിക്ക് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കണ്ടക്റ്റൻസ് കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ കണ്ടക്ടിവിറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പറയുന്നത്. പിന്നെ കണ്ടക്ടിവിറ്റി കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം മെറ്റീരിയൽ. അപ്പോൾ നമുക്കറിയാം പല മെറ്റീരിയൽസിനും പല കണ്ടക്ടിവിറ്റിയാണ്. അതെല്ലാം എൻ്റെ ഓരോന്നിനും റെസിസ്റ്റൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവുള്ളതിൽ തീർച്ചയായിട്ടും വളരെ നല്ല കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ സിൽവർ അതിനൊരു എക്സാമ്പിളാണ്. സിൽവർ ഭയങ്കരമായിട്ട് നല്ല കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ്. then അത് കഴിഞ്ഞാൽ കോപ്പർ, ഗോൾഡ്, അലുമിനിയം എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവ്. പക്ഷേ അലുമിനിയം ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഭൂമിയിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അലുമിനിയം പലപ്പോഴും ഈ പുറത്തൊക്കെ കാണുന്നത്. ഇലക്ട്രിക്കൽ പോസ്റ്റിൽ പലപ്പോഴും നമ്മൾ അലുമിനിയം കാണുന്നത്. ഇപ്പോൾ കോപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലഭ്യതയും കുറവാണ്, അതേപോലെ തന്നെ എക്സ്പെൻസീവ്സ് ടു ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ, ആൻഡ് ദ സെക്കൻഡ് ഡിപ്പെൻഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആറ്റംസ് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യും, അതുകൊണ്ട് ഇലക്ട്രോൺസ് കൂടുതൽ കൊളൈഡ് ചെയ്യും, ആൻഡ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കൂടും. സോ കണ്ടക്ടിവിറ്റി കുറയും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും കണ്ടക്ടിവിറ്റിനെ ബാധിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടക്ടിവിറ്റീസ് നമുക്ക് കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി തരുന്ന മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സിൽവർ പറഞ്ഞു, ദെൻ അലുമിനിയം പറഞ്ഞു, ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് തീർച്ചയായിട്ടും കണ്ടക്ടിവിറ്റി തരുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഹാഫായിട്ട് കണ്ടക്ടിവിറ്റി തരുന്നതും അതേപോലെ തന്നെ റെസിസ്റ്റൻസും ചെയ്യുന്ന ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് സിലിക്കൺ, ജെർമേനിയം, ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻസുലേറ്റേഴ്സ്. അതായത് അത് ഒരിക്കലും ഭയങ്കര റെസിസ്റ്റൻസ് കൂടിയതും ഒരു കണ്ടക്ടിവിറ്റി തരാത്തതുമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സീറോ കണ്ടക്ടിവിറ്റി ആക്ച്വലി. അത് വെച്ചിട്ടാണ് നമ്മുടെ വീടിൻ്റെ വയറിങ്സ് എല്ലാം. ഇപ്പോൾ വയറിന് പുറത്തുള്ള കോട്ടിങ്സ്, ദാറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് ഗ്ലാസ്, റബ്ബർ, ഇതെല്ലാം കണ്ടക്ടിവിറ്റി തീരെ ഇല്ലാത്തതാണ്. ദെൻ ഇറ്റ്സ് നോൺ ആസ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇലക്ട്രിക്കൽ വയറിങ്. തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടക്ടിവിറ്റി, ഇപ്പോൾ ചാർജ് ഒഴുകാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ട്, ഈവൻ എല്ലാ മിനിമൽ കോമ്പൗണ്ട്സിലും നമ്മൾ ഇലക്ട്രിസിറ്റി ഉൾപ്പെടുത്തി വരുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. നിലവിൽ ഇപ്പോഴും ഏറ്റവും കൂടുതലുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടക്ടിവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് വൈദ്യുതി കടക്കുന്ന ഒരു ഫ്ലോ അലച്ച ഒരു ഇത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാൽ കുറച്ചുകൂടി സൂപ്പറാണ്, ഇവൻ കുറച്ചുകൂടി ഉഷാറാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലായി നമുക്കറിയാം. ഇവൻ സൂപ്പറാണെന്നൊക്കെ പറയില്ല, ദാറ്റ്സ് ടൈപ്പ് ഓഫ് ഇവൻ കുറച്ചുകൂടി ഉഷാറാണ്. അതായത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ഫിനോമിന വളരെ എളുപ്പത്തിൽ, അതായത് ഒരു വസ്തുവിലൂടെ വളരെ എളുപ്പത്തിൽ കറണ്ട് കടന്നു പോകുന്നു. പക്ഷെ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എല്ലാ ആറ്റംസിൻ്റെ ഇടയിലും ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ഈ കണ്ടക്ടിവിറ്റി കുറയുന്നതും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ് സിൽവർ. പക്ഷെ സിൽവറിനും ഒരു മിനിമൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് അത് കണ്ടക്റ്റീവ് ആണ്. പക്ഷെ അത് സൂപ്പർ കണ്ടക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത്ര ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഈ പ്രധാനമായിട്ടും നമ്മുടെ ഒരു സോളിഡ് ഭയങ്കര, അപ്പോൾ തീർച്ചയായും കണ്ടക്ടിവിറ്റി ഒട്ടും നിലത്തൊരു സോളിഡാണ്.
ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഏത് മെറ്റീരിയൽ കാണിച്ചാൽ എടുത്താലും ഇലക്ട്രോൺ ഇൻട്രാക്ഷനും അതേപോലെ തന്നെ റിപ്പൾഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഒട്ടും കണ്ടക്ടിവിറ്റി തരാത്ത ഒരു മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയലിന് നമ്മൾ ടെമ്പറേച്ചർ വളരെ കുറച്ചു, അതായത് ഒരു ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് അതിനെ കൊടുന്നു. ആ ഒരു ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി സീറോ ആയി പോകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റ് ആയിട്ട് ഇൻക്രീസ് ആകുന്നു. ഈ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റിനാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളിത് പ്രൂവൺ ചെയ്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനം. അപ്പോൾ ഇത്തരത്തിലാണ്, ഇതാണ് ഇതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് റെസിസ്റ്റൻസ് ക്ലോസ് ടു സീറോ വരെ എത്തും, അതായത് സീറോ വരെ എത്തും അറ്റ് ഒരു വെരി ലോ ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിക്ക് റൈസ് ആവും, അത്രമാത്രം കണ്ടക്റ്റീവ് ആയിരിക്കും. ഏത് മെറ്റീരിയൽ ആണെച്ചാലും കണ്ടക്ടിവിറ്റി ഒട്ടും തരാത്ത ഏതൊരു മെറ്റീരിയൽ ആണെച്ചാലും ആ മെറ്റീരിയലിനെ നമ്മൾ അതായത് അബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആയിട്ട് ഇറ്റ്സ് ലൈക്ക് ടു ഇൻഫിനിറ്റി പോലെ അത്രയും കുതിച്ചു വരുന്ന ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇപ്പം നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി പറഞ്ഞു. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ലെഡ്, മെർക്കുറി, ടിന്ന്, ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, പ്യുവർ മെറ്റീരിയൽസ് ആൻഡ് ദ ലോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു എഫക്റ്റ് കൂടി വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. മേസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൂടി വരുന്നുണ്ട്. പിന്നെ അനദർ എക്സാമ്പിൾസ് ആണ് നമ്മുടെ നൊബീനിയം, ടൈറ്റാനിയം, പിന്നെ നൊബീനിയം ടിൻ, ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഈ ടൈപ്പ് 2 ഞാൻ പറഞ്ഞ മെറ്റീരിയൽസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അതിനുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ വേൾഡിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് MRI മെഷീൻസിലൊക്കെ വളരെ സൂപ്പർ കണ്ടക്റ്റീവായിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് സൂപ്പർ കണ്ടക്റ്റൻസ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും അപ്പോൾ MRI മെഷീൻസിലൊക്കെ. അതുകൊണ്ട് ഹൈ ക്വാളിറ്റി ബോഡി സ്കാനിങ് നടത്തും നമ്മൾ ഹ്യൂമൻസിൻ്റെ സ്കാനിങ് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് നമുക്കറിയാലോ MRI എന്തിനാ ഉപയോഗിക്കാമെന്നൊക്കെ. അപ്പം അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനാണ് നമ്മളിവിടെ മാഗ്നറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മുടെ ട്രെയിൻസ് ഒക്കെ അല്ലേ, ഒരു മാഗ്ലൈവ് ട്രെയിൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയില്ല. അപ്പോൾ ട്രാക്കിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വന്തം ട്രാക്ക് ഉണ്ടായിരിക്കും. ആ ട്രാക്കിനെ ടച്ച് ചെയ്യാതെ എയറിൽ നിന്നുകൊണ്ടൊക്കെ പോകുന്ന ഒരു ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു ദാറ്റ് ടൈപ്പ് ഓഫ് ഒരു ടെക്നിക്കാണ് ഇപ്പോൾ അവിടെ വരുന്ന ഒരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയും അതേപോലെ തന്നെ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൊണ്ടുമാണ് ആ ഒരു ട്രെയിന് ബുള്ളറ്റ് രൂപത്തിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പം അതിന് വെരി ഹൈ ഇൻഫിനിറ്റ് സ്പീഡായിരിക്കും. അതേപോലെ തന്നെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കില്ല. നമുക്കറിയാം ലോ മെയിൻ്റെനൻസ്, ഫ്രിക്ഷനാണ് പ്രധാനമായിട്ടും മെയിൻ്റെനൻസിൻ്റെ ഒരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ. അവിടെ ഫ്രിക്ഷനും കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ പവർ ട്രാൻസ്മിഷൻ, അപ്പം അങ്ങനെ കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു മെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞു. അതായത് ബുള്ളറ്റ് ട്രെയിൻ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന കൺസെപ്റ്റ്. അതായത് വാട്ട് ഈസ് മെയ്സ്നർ എഫക്റ്റ്? മെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞൊരു സൂപ്പർ കണ്ടക്ടർ, അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റ് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ സൂപ്പർ കണ്ടക്ടർ ഇലക്ട്രിസിറ്റി കടത്തി വിടും. അതായത് ഒരു മെറ്റീരിയൽ, അതായത് ടെമ്പറേച്ചർ സീറോ അല്ലാത്തൊരു സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ എടുത്തു. ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ അല്ല, അതായത് അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലല്ല നിൽക്കുന്നത്, സീറോ ടെമ്പറേച്ചറിലല്ല നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ആ ഒരു മെറ്റീരിയൽ അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിടും, അത് ഇൻസൈഡ് കൂടെ കടത്തിവിടും. പക്ഷേ ഒരു സൂപ്പർ കണ്ടക്ടർ എപ്പോൾ അത് ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് താഴുന്നുവോ ആ സന്ദർഭം മുതൽ ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് കടത്തി വിടത്തില്ല. അപ്പോൾ ഈ ഒരു എഫക്റ്റിനാണ് നമ്മൾ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു ആ ഒരു ട്രാക്കിൻ്റെ മുകളിൽ. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താ? അത് സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയലാണ്. അതിനോടൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അത് കടത്തി വിടത്തില്ല. ആ ഒരു ഫിനോമിനാണ് ഇവിടെ ആക്ച്വലി വർക്കാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താ? മെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് ഇത്ര മാത്രമാണ് ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊരു ഫിനോമിനത്തെ കുറിച്ച് മിനിമലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറച്ചുകൂടി ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. പക്ഷെ ഒരു ഏകദേശ ധാരണയും പിന്നെ പൊതുവായിട്ട് വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസും എല്ലാവരിലേക്ക് എത്തിക്കുക എന്നൊരു കോൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ.
അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.